ഫോറിൻ കീ എന്നാൽ എന്താണെന്നാണ്. സോ ഫോറിൻ കീയുടെ ഇംഗ്ലീഷ് ഡെഫിനിഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനത് മലയാളത്തിലാണ് പറയുന്നത്. സോ ഫോറിൻ കീ എന്ന് പറയുന്നത് ഒരു ടേബിളിലെ ഒരു ഫീൽഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീൽഡ് ആയിരിക്കാം. പക്ഷേ ആ ഒരു ഫീൽഡ് റെഫർ ചെയ്യുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീയിലോട്ടായിരിക്കും. സോ പ്രൈമറി കീ എന്നാൽ എന്താണെന്ന് നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു ടേബിളിലെ ഒന്നിൽ കൂടുതലോ ഫീൽഡ് അത് റെഫർ ചെയ്യുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീയിലോട്ടായിരിക്കും. സോ അത്തരം ഫീൽഡിനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മൾ എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടേബിളാണ്. കോഴ്സസ് എന്ന് പറയുന്ന ടേബിളുമായും സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളുമായും നമ്മൾ റിലേഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിളാണ് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിൾ. സോ ഇതിൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായി എംപ്ലോയി ID E1 കൊടുത്തു, സ്റ്റുഡൻറ്റ് ID S1 കൊടുത്തു. ഈ സ്റ്റുഡൻറ്റ് ID S1 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ ആണ്. സോ നിങ്ങൾക്കിവിടെ കാണാം S1 അഖിൽ 20 ട്രിവാൻഡ്രം. സോ E1 എന്ന് പറയുന്ന എൻറോൾമെൻറ്റ് ഐഡിയിലുള്ള സ്റ്റുഡൻറ്റ് S1 അത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ S1 എന്ന് പറയുന്ന ഈ ഒരു റെക്കോർഡാണ്. നമുക്ക് ഈ ഒരു റെക്കോർഡിലോട്ടാണ് അത് റെഫർ ചെയ്യുന്നത്. സോ S1 എന്ന് പറയുന്ന ഫീൽഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ ആണ്. ഓക്കെ. സോ അതുപോലെയാണ് എൻറോൾമെൻറ്റിലെ കോഴ്സ് ID എന്ന് പറയുന്നത്. ഈ S1 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എൻറോൾ ചെയ്ത കോഴ്സ് എന്ന് പറയുന്നത് C1 ആണ്. സോ C1 എന്ന് പറയുന്നത് കോഴ്സസ് എന്ന് പറയുന്ന ടേബിളിലെ C1 എന്ന് പറയുന്ന ഈ ഒരു റെക്കോർഡാണ്. സോ ഇതിൻ്റെ ഈ C1 എന്ന് പറയുന്നത് കോഴ്സസ് എന്ന് പറയുന്ന ടേബിളിലെ ഒരു പ്രൈമറി കീ ആണ്. സോ അതിനാൽ തന്നെ നമുക്ക് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ സ്റ്റുഡൻറ്റ് ID കോഴ്സ് ID എന്ന് പറയുന്ന ഈ രണ്ട് ഫീൽഡിനെ നമുക്ക് ഫോറിൻ കീ എന്ന് വിളിക്കാം. കാരണം ഈ രണ്ട് ഫീൽഡ് റെഫർ ചെയ്യുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീയിലോട്ടാണ്. സോ ഇതാണ് ഫോറിൻ കീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ നമുക്ക് E8 എന്ന് പറയുന്ന എൻറോൾമെൻറ്റ് ID എടുക്കുകയാണെങ്കിൽ ഇതിലെ സ്റ്റുഡൻറ്റ് ID എന്ന് പറയുന്നത് ഇതിൽ എൻറോൾ ചെയ്ത സ്റ്റുഡൻറ്റ് നെയിം S3 ആണ്. സോ S3 പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഷെരീഫ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് നെയിം, ഏജ് 13, പ്ലേസ് പാലക്കാട്. ഓക്കെ. സോ അതുപോലെ അദ്ദേഹം എൻറോൾ ചെയ്തിട്ടുള്ള കോഴ്സ് ID എന്ന് പറയുന്നത് C7 ആണ്. സോ C7 നമ്മൾ ഇവിടെ കോഴ്സസ് എന്ന് പറയുന്ന ടേബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് C7 നമുക്ക് ജാവ എന്ന് പറയുന്ന കോഴ്സ് നെയിം കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ റിലേഷണൽ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫോറിൻ കീ ഉപയോഗിച്ച് നമുക്ക് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു ടേബിളിലെ ഫീൽഡ് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആണെങ്കിൽ അത്തരം ഫീൽഡിനെ നമുക്ക് ഫോറിൻ കീ എന്ന് വിളിക്കാം.